മെർസിയ, ഈസ്റ്റ് ആംഗ്ലിയ, അതുപോലെ തന്നെ എസെക്സ്, കെന്റ്, മാത്രമല്ല സസെക്സ് ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ വെസെക്സ്. ഇങ്ങനെ 7 കിങ്ഡത്തിനും ഓരോ സബ് കിങ്ങും അതിനെല്ലാം മുകളിൽ ഒരു പ്രധാനിയായ ഒരു രാജാവും ഒരു കിങ്ങും ഉണ്ടായിരുന്നു. ഈ പ്രധാനിയായിട്ടുള്ള രാജാവെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരെ വിളിക്കുന്നത്
ഈ എല്ലാത്തിനും മുകളിലായിട്ടുള്ള ഒരു രാജാവിനെ വിളിക്കുന്ന പേരാണ് ബ്രെഡ്വാൾഡ. ഈ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഈ ബ്രെഡ്വാൾഡ എവിടെ നിന്ന് വരുന്നവനായിരിക്കും? അതായത് ഈ 7 കിങ്ഡത്തിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും ആരായിട്ട് മാറുക? ഈ ബ്രെഡ്വാൾഡ ആയിട്ട് മാറുക. ഓക്കെ, ഭയങ്കര യുദ്ധത്തിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്ത് പ്രൊമിനന്റ് ആയി നിൽക്കുന്ന കഴിവുള്ള ഒരാളായിരിക്കും ബ്രെഡ്വാൾഡ ആയിട്ട് സ്ഥാനം ഉറപ്പിക്കുക. ഓക്കെ, സോ ആക്ച്വലി നോക്കാം, ഇതുവരെ ആംഗ്ലോ സാക്സന്റെ റൂളിൽ വെച്ചിട്ട് ഇതുവരെ ദി മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ബ്രെഡ്വാൾഡ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ വെസെറ്റ്സ് എന്ന ഗ്രൂപ്പിന്റെ എഗ്ബർട്ട് എന്ന് പറഞ്ഞ ബ്രെഡ്വാൾഡയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 7 കിങ്ഡത്തിന്റെ ഏതെങ്കിലും ഒരാളായിരിക്കും ബ്രെഡ്വാൾഡ ആകുക. സോ വെസെറ്റ്സ് എന്ന് പറഞ്ഞ ആ കിങ്ഡത്തിലെ എഗ്ബർട്ട് എന്ന് പറഞ്ഞ ഒരു ആളായിരുന്നു ഇതുവരെ ഭരിച്ച ആംഗ്ലോ സാക്സന്റെ റൂളിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരി. ആരാണ്? എഗ്ബർട്ട്. മനസ്സിലായല്ലോ. പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് തന്നെ 9ാം നൂറ്റാണ്ടിൽ, മനസ്സിലായല്ലോ, 9ാം നൂറ്റാണ്ടിൽ ഈ വെസെറ്റ്സ് അതേ സെയിം കിങ്ഡത്തിൽ തന്നെ ആൽഫ്രഡ് അഥവാ ദി ഗ്രേറ്റ് ആൽഫ്രഡ് അങ്ങനെയൊക്കെ വിളിക്കും. അതായത് ആൽഫ്രഡ് ദി ഗ്രേറ്റ് എന്നൊക്കെ വിളിക്കും. കാരണം അതായത് 9ാം നൂറ്റാണ്ടിൽ ആൽഫ്രഡ് ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഭരണാധികാരിയും ഭരണത്തിലോട്ട് വരികയാണ്. അതായത് ആൽഫ്രഡിനെ ദി ഗ്രേറ്റ് എന്ന് ഒപ്പം കൂട്ടി വിളിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് വിശദമായിട്ട് നമ്മളിനി പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയാണ്. മനസ്സിലായല്ലോ. തന്റെ പ്രജകൾക്ക് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിന്റെ അഥവാ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ മനസ്സിലായല്ലോ, അത് വിദ്യാഭ്യാസത്തിന്റെ വില അറിഞ്ഞ ഒരു ഭരണാധികാരിയായിരുന്നു. ആംഗ്ലോ സാക്സൺസിൽ വെച്ച് തന്നെ വില അറിഞ്ഞ ഒരു ഭരണാധികാരിയായിരുന്നു ആൽഫ്രഡ്. അപ്പൊ അദ്ദേഹം അതിനനുസരിച്ചുള്ള പ്രവൃത്തികളായിരുന്നു ചെയ്തത്. മാത്രമല്ല ഇദ്ദേഹം ഭയങ്കര നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ആര്? ദി കിങ് ആൽഫ്രഡ്. അതുകൊണ്ടാണ് നമ്മൾ ദി കിങ് ആൽഫ്രഡ് എന്ന പേരിന്റെ ഒപ്പം ദി ഗ്രേറ്റ് എന്ന് കൂടി നമ്മൾ കൂട്ടി വായിക്കുന്നത്. ഓക്കെ, സോ ഇനിയുള്ള ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ പേരുകളെ പറ്റി, ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റീസിനെ പറ്റി ഒരുപാട് നമ്മൾ പഠിക്കാറുണ്ട്. സോ അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്തായിരിക്കും? ദി ആൽഫ്രഡ് ദി ഗ്രേറ്റ് എന്നായിരിക്കും. ഓക്കെ, സോ ഇദ്ദേഹം പ്രജകൾക്കോ അതായത് നീതിമാനായ ഒരു ഭരണാധികാരി ആയതുകൊണ്ടും മാത്രമല്ല ഇദ്ദേഹം എഡ്യൂക്കേഷനെ, ലിറ്ററേച്ചർ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയും അതിനനുസരിച്ച് അദ്ദേഹം ഭരണം നടത്തിയത് കൊണ്ടുമാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, സോ കിങ് ആൽഫ്രഡ് ഏത് ഗ്രൂപ്പിൽ നിന്നും വന്നാണ് അഥവാ ഏത് കിങ്ഡത്തിൽ നിന്നാണ്? വെസെറ്റ്സിൽ നിന്നുമാണ്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ആംഗ്ലോ സാക്സന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഒരു ടോപ്പിക് അഥവാ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഫോംസ് ഓഫ് ആംഗ്ലോ സാക്സൺ അല്ലെങ്കിൽ എമംഗ് ദി ആംഗ്ലോ സാക്സൺസ്. അതായത് ആംഗ്ലോ സാക്സന്റെ ഇടയിൽ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറുകൾ അഥവാ ഫോമുകൾ അഥവാ അവരത് എങ്ങനെയാണ് നിലനിർത്തി കൊണ്ടുപോയത്. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ആംഗ്ലോ സാക്സൺസ് ഏത് രീതിക്കാണ് ഇവിടെ ഭരണം നടപ്പിലാക്കിയത്, ബ്രിട്ടനിൽ എങ്ങനെയാണ് ഭരണം നടപ്പിലാക്കിയത് എന്നാണ് യഥാർത്ഥത്തിൽ നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 100 അതുപോലെ തന്നെ ഷയർ, ഇങ്ങനെയുള്ള 2 അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആണ് ആംഗ്ലോ സാക്സണുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? 100 അതുപോലെ തന്നെ ഷയർ. ഓക്കെ, ഈ പേരുകളൊന്നും കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, എളുപ്പമാണ്. ഇനി ചിലപ്പോൾ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 100 അതുപോലെ തന്നെ ഷയർ എന്ന് പറഞ്ഞ 2 ഡിവിഷനുകളാണ് ആംഗ്ലോ സാക്സന്റെ ഇടയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് ഇത് എങ്ങനെയാണ് അതിൽ ഓരോ കാര്യങ്ങളും അതിന്റെ നാട്ടു നടപടികൾ എല്ലാം എടുക്കുന്നത് ഏതിന്റെ കീഴിലായിരിക്കും? ഒന്നല്ലെങ്കിൽ 100ന്റെയോ അല്ലെങ്കിൽ ഈ ഷയറിന്റെയോ കീഴിലായിരിക്കും. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി 100 എന്താണ്, അതിന്റെ കീഴിൽ എന്തൊക്കെയാണ്
ഫോർത്ത് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു രീതി ഇവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് 100 എന്ന് പറഞ്ഞ ഡിവിഷൻ എന്താണെന്നും അതെങ്ങനെയാണെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ആയ ഷയർ. ഓക്കേ, ഞാൻ പറഞ്ഞു 100 ഷയറും ആണ്, രണ്ടെണ്ണമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് പറഞ്ഞു. ഇനി ഷയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഷയർ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ 100-നേക്കാളും കുറച്ചുകൂടി മുകളിലായിട്ട് നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ആണ് എന്ത്? ഷയർ എന്ന് പറയുന്നത്. ഓക്കേ, ഇതേപോലെ തന്നെ
മനസ്സിലായല്ലോ? ആദ്യത്തേതിൽ രാജാവും റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സും. ഓക്കെ, രണ്ടാമത്തേതോ നോബിൾസും അതേപോലെ തന്നെ ബിഷപ്പുകൾ പുരോഹിതന്മാരും പിന്നെ ചർച്ച്മെൻ പള്ളിയോട് അടുപ്പമുള്ള കുറച്ച് ആൾക്കാർ. മൂന്നാമതായിട്ട് സ്ലേവ്സ് അടിമകളുമാണ്. ഇങ്ങനെയാണ് ആംഗ്ലോ സാക്സന്റെ സൊസൈറ്റി ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു വാട്ട്, എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത്? എഡൽബർട്ടിന്റെ ലോ കോഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നും ഡൂംസ്ഡേ ബുക്ക് എന്ന് പറഞ്ഞ റെക്കോർഡ് ബുക്കിൽ നിന്നും കിട്ടുന്ന തെളിവുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോ മനസ്സിലാക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് എഡൽബർട്ടിന്റെ ലോ കോഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഓരോരുത്തരുടെയും പണിഷ്മെന്റുകളെ കുറിച്ചും കോമ്പൻസേഷനുകളെ കുറിച്ചും, അതായത് തെറ്റ് ചെയ്താൽ ഈ സമൂഹത്തിൽ ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എഡൽബർട്ടിന്റെ ലോ കോഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമുക്ക് വിശദമായി കാണാൻ സാധിക്കുന്നു. ഓക്കെ, മാത്രമല്ല ഈ ലോ കോഡിൽ തന്നെ നമുക്ക് ആംഗ്ലോ സാക്സൺ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സന്റെ ഇടയിലുള്ള സ്ത്രീകളുടെ സ്ത്രീകളുടെ പ്രിവിലേജസ്, സ്ത്രീകളുടെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അത് നോക്കാം. അതായത് ആംഗ്ലോ സാക്സൺസ് പൊതുവെ ഈ ടൗൺ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരല്ല. മനസ്സിലായല്ലോ? അവർക്ക് പൊതുവെ താല്പര്യം ചെറിയ കുടിലുകളൊക്കെ കെട്ടിയിട്ട് നദീതീരങ്ങളിലോ അല്ലെങ്കിൽ കുന്നും ചെരുവുകൾ വാലീസിലൊക്കെ അങ്ങനെ താമസിക്കാനാണ് പൊതുവെ ആംഗ്ലോ സാക്സൺസിന് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അതായത് യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ആംഗ്ലോ സാക്സൺസിന്റെ ആണുകൾ, അതായത് മെൻ, ഓക്കെ, പുരുഷന്മാര് എന്ത് ചെയ്യും? അതായത് യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് യുദ്ധങ്ങൾ ചെയ്യും അല്ലെ, തീർച്ചയായിട്ടും. പക്ഷെ യുദ്ധങ്ങൾ ഇല്ലാത്ത സമയത്ത് ഈ ആംഗ്ലോ സാക്സണിലെ പുരുഷന്മാർ എന്ത് ചെയ്യും? അവര് കിളയ്ക്കാനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. ഇതേ സമയം ആംഗ്ലോ സാക്സണിലെ സ്ത്രീകൾ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വീട്ടിലിരുന്നിട്ട് സ്പിന്നിങ്ങിലും അതുപോലെ വീവിങ്ങിലും, തുന്നിച്ചേർക്കലും, ഓക്കെ, തുന്നലും അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ആര് മുന്നോട്ട് പോകും? ആംഗ്ലോ സാക്സണിലെ സ്ത്രീകൾ മുന്നോട്ട് പോകും. മനസ്സിലായല്ലോ? മാത്രമല്ല ആംഗ്ലോ സാക്സണിലെ സ്ത്രീകളുടെ വേഷം എന്ന് പറയുന്നത് ആക്ച്വലി ആംഗിൾ വരെ, അതായത് കാൽപത്തി വരെ നീളമുള്ള അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ജ്വല്ലറീസ്, ഓക്കെ, ആഭരണങ്ങളൊക്കെ ആര് ധരിച്ചിരുന്നു? ആംഗ്ലോ സാക്സണിലെ സ്ത്രീകൾ ധരിച്ചിരുന്നു. അതായത് നെക്ലസുകള്, ബ്രേസ്ലെറ്റുകള്, ഇത്തരത്തിലുള്ള കുറച്ച് ആഭരണങ്ങളും അവരെന്ത് ചെയ്യുമായിരുന്നു? അണിയുമായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി അതിന്റെ റിലീജിയൻ എങ്ങനെയാണ് നോക്കാം. നമ്മളിപ്പോ സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞു, നമുക്കൊരു റിലീജിയൻ എന്താ നോക്കാം. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആംഗ്ലോ സാക്സൺസ് ആരാണ്? പേഗൻസ് അല്ലെ. അവര് പ്രകൃതിയിലെ ഓരോ എലമെന്റ്സിനെ ദൈവമായി കണ്ട് അവരെ ദൈവമായി കണ്ട് പൂജിക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാന്ന് പറഞ്ഞു. അതായത് അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് ഗോഡ്സ്, ദൈവങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ആദ്യം തന്നെ ദൈവങ്ങളുടെ ദൈവമായിട്ട്, ഓക്കെ, അതായത് ഇപ്പോ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൈവങ്ങളുടെയൊക്കെ മുകളിൽ ഒരു ദൈവമായിട്ടാണ് ഇവര് വുഡൻ എന്ന് പറഞ്ഞ വോഡൻ, അങ്ങനെയൊക്കെ വിളിക്കാം നമുക്ക്,
പഠിച്ചാൽ തോന്നും. അതായത് ഗ്രിഗോറിയൻ മിഷൻ അറിയാലോ, അതായത് റോമൻ കോൺക്വസ്റ്റിന് ശേഷം ആംഗ്ലോ സാക്സണിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടി ഇവര് തെരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു ഗ്രിഗോറിയൻ മിഷൻ എന്ന് പറയുന്നത്. അത് അറിയാത്തവര് കഴിഞ്ഞ യൂണിറ്റ് എടുത്ത് നോക്കുക. ഓക്കെ, സോ അങ്ങനെ പിന്നീടാണ് ഗ്രിഗോറിയൻ മിഷൻ നടപ്പിലാക്കുന്നത്. പിന്നീടാണ് ഒരുപാട് പേര് ഇതിൽ നിന്നും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗ്ലോ സാക്സന്റെ ഭാഷയെ കുറിച്ചാണ്. അഥവാ ആംഗ്ലോ സാക്സൺസ് ആശയവിനിമയം ചെയ്യാൻ ഉപയോഗിച്ച ലാംഗ്വേജ് ഏതാണെന്ന് നമ്മൾ നോക്കുകയാണ്. അതായത് ഇന്നത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? മോഡേൺ ഇംഗ്ലീഷ് ആണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, മോഡേൺ ഇംഗ്ലീഷ് ആണ് ഇന്ന് നമുക്കറിയുന്ന ഇംഗ്ലീഷ്. എന്നാൽ ആംഗ്ലോ സാക്സന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾഡ് ഇംഗ്ലീഷ്. മനസ്സിലായല്ലോ? ഓൾഡ് ഇംഗ്ലീഷ്. ആക്ച്വലി ഓൾഡ് ഇംഗ്ലീഷിന്റെ എലമെന്റ്സ് ഒന്നും നമുക്ക് ഒരിക്കൽ പോലും വായിക്കാൻ സാധിക്കില്ല. അതായത് കുറച്ച് കെൽറ്റിക്കും അതുപോലെ തന്നെ കുറച്ച് ട്രൈബൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ കൂടി മിക്സ് ചെയ്ത ഒരു തരം ഇംഗ്ലീഷ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് അഥവാ ആംഗ്ലോ സാക്സൺ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിലെ കുറെ വേർഡ്സും ഒന്നും നമുക്ക് ഇപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് ലിറ്ററേച്ചർ ഉണ്ട്, കുറച്ച് ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ അതിലും ഒരുപാട് നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. മനസ്സിലായല്ലോ? സോ അവർ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആണ് ഇന്ന് നമ്മൾ വിളിക്കുന്ന ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓൾഡ് ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് ഡയലക്ട്സുകളുണ്ട്. ഓക്കെ, അതായത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളം എടുത്തു നോക്കുമ്പോൾ, ഓക്കെ, കേരളം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതായത് പാലക്കാടിലെ ഭാഷയും അതേപോലെ കാസർഗോഡിലെ ഭാഷയും തിരുവനന്തപുരത്തിലെ ഭാഷയും തൃശ്ശൂർ ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടേക്കോ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത് എന്താ? മലയാളം തന്നെയാണ്, അല്ലെ? സംസാരിക്കുന്ന മലയാളമാണ്. പക്ഷെ ഡയലക്ട്സുകളിലും മാറ്റം വരുന്നുണ്ട്, അല്ലെ? ചില രീതികളിൽ എന്തെങ്കിലുണ്ട്, ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്തുണ്ട്? ഇവരുടെ ഈ 7 കിങ്ഡംസ് ഉണ്ടല്ലോ അവർക്ക്. സോ അതിലെ ഓരോന്നിലും ഡയലക്ട്സുകളിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ച ഡയലക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ വെസ്റ്റ് സാക്സണുകളുടെയും നോർത്തംബ്രിയയുടെയും അതുപോലെ തന്നെ മെർസിയൻ, ഈ 3 ഡയലക്ട്സുകളാണ് നമുക്കിപ്പോ നിലവിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. ഓക്കെ, ഡയലക്ട്സുകൾ ഏതൊക്കെയാണ്? നോർത്ത് സാക്സൺ, നോർത്തംബ്രിയൻ, അതുപോലെ തന്നെ മെർസിയൻ. ഓക്കെ, ഇതുപോലെ 3 ഡയലക്ട്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതായത് ഇതുപോലെ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതുപോലത്തെ ഡയലക്ട്സുകൾ, ഡിഫറെന്റ് ഡയലക്ട്സുകൾ ഉണ്ടായിരുന്നു. അതിന് ചില എക്സാമ്പിൾ നോക്കുമ്പോൾ, ഓക്കെ, സിയാഡ്മൺസിന്റെ ഹൈമൻ എന്ന് പറഞ്ഞ ആ ഒരു വർക്ക് ആക്ച്വലി നോർത്തംബ്രിയൻ ഡയലക്റ്റിൽ എഴുതിയ ഒരു ലിറ്ററേച്ചറിലെ ഒരു വർക്കാണ്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിനെ പറ്റിയുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ കുറെ കൂടി നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ അഥവാ ആംഗ്ലോ സാക്സന്റെ പോയട്രിയിൽ. മനസ്സിലായോ? ഓൾഡ് ഇംഗ്ലീഷ് പോയട്രികളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ആ ഒരു കാലഘട്ടത്തിൽ പോയട്രി ഉണ്ടായിരുന്നു, അഥവാ പോയട്രി അത്രയും പ്രൊമിനന്റ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതായത് ആക്ച്വലി ആംഗ്ലോ സാക്സന്റെ പീരിയഡിലാണ് ഇംഗ്ലീഷ് ഭാഷ കുറെ കൂടി, അഥവാ ഇംഗ്ലീഷ് പോയട്രിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയത്. അതുവരെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ എന്തായിരുന്നു? വെറും ഗോത്രവർഗക്കാര് മാത്രം സംസാരിക്കുന്ന ഒരു തരം ഭാഷയായിരുന്നു. അതുവരെ ലാറ്റിൻ ഭാഷയ്ക്കായിരുന്നു കുറെ കൂടി മുൻഗണന, അല്ലെ? അതായത് ഞാൻ പറഞ്ഞിരുന്നു റോമൻ ഇൻവേഷൻ കാര്യങ്ങളൊക്കെ അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. കഴിഞ്ഞ യൂണിറ്റിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുവരെ എന്തായിരുന്നു? ലാറ്റിൻ ഭാഷയൊക്കെ ആയിരുന്നു ഒരുപാട് വലിയ പവർഫുൾ ലാംഗ്വേജ് എന്നൊക്കെ അറിയപ്പെട്ടത്. ആംഗ്ലോ സാക്സന്റെ സമയം മുതലാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക്, അഥവാ കിങ് ആൽഫ്രഡിന്റെ കാലത്തൊക്കെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ കുറച്ചുകൂടി വളർന്നു വന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഓൾഡ് ഇംഗ്ലീഷിന്റെ പോയട്രിയുടെ പ്രാധാന്യം നമ്മൾ നോക്കുമ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയുടെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നാഷണലും മറ്റൊന്ന് ക്രിസ്ത്യനും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരും, പേടിക്കേണ്ട. കാരണം നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ കുറിച്ചല്ല പറയുന്നത്, ഓൾഡ് ഇംഗ്ലീഷിന്റെ പോയട്രിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഓൾഡ് ഇംഗ്ലീഷിന്റെ പോയട്രി 2 ആയിട്ട് തരംതിരിച്ചു.
തന്നെ വീണ്ടും രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എപ്പിക്കും മറ്റൊന്ന് എലജിക്കും. ഓക്കെ, എപ്പിക്കും എലജിക്കും. ഓക്കെ, ഇങ്ങനെയാണ് പോയട്രിയുടെ ഫോമുകൾ വരുന്നത്. എലജി എന്താണെന്നും എപ്പിക് എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതായത് ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളായിട്ടും ഒക്കെയാണ് പോയട്രി അഥവാ ഓൾഡ് ഇംഗ്ലീഷിന്റെ പോയട്രി മുന്നോട്ട് പോയത്. അതായത് കുറച്ച് ഹീറോയിക് ഔട്ട്ലെറ്റുകളുള്ള, ഓക്കെ, അതായത് ഭയങ്കര ധീരനായ കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള പോയട്രി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്തിൽ അഥവാ ആംഗ്ലോ സാക്സൺ കാലഘട്ടത്ത് കുറെ കൂടി അവര് ഉന്നയിച്ചിരുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല റിലീജിയസ്, ഓക്കെ, മതപരമായ കുറച്ച് കണ്ടന്റുകളുള്ള പോയട്രികളും അവര് എന്ത് കൊടുത്തിരുന്നു, ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ആക്ച്വലി ഓൾഡ് ഇംഗ്ലീഷ് പോയട്രികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അവര് റിലീജിയസ് പരമായിട്ട് ഒരുപാട് അവർ അതിനെ അങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർ എഴുതുക. മനസ്സിലായോ? മാത്രമല്ല കുറച്ച് നായക പരിവേഷം കൊടുക്കുന്ന കഥാപാത്രങ്ങളെ അവരുടെ പോയട്രികളിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അത്തരത്തിലാണ് ലിറ്ററേച്ചറിന്റെ പോക്ക് ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? സോ അതിൽപ്പെട്ട ഒന്നാണ് അഥവാ നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക് അഥവാ ഒരു പോയട്രിയാണ് 3183 വരികളുള്ള ബിയോവൂൾഫ് എന്ന് പറഞ്ഞ പോയട്രി. ഓക്കെ, എന്താണ് ബിയോവൂൾഫ്? 3183 ലൈൻസ് ആണ് എന്തിനുള്ളത്? ബിയോവൂൾഫിനുള്ളത്. ഓക്കെ, നമുക്ക് ചെറിയ രീതിക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇത് ഡിഫൈൻ ചെയ്തൊന്ന് പഠിക്കാനുണ്ട്. എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ബിയോവൂൾഫ് എന്ന് പറയുന്നത് ഒരു സ്കാൻഡിനേവിയൻ ഹീറോ ആണ്. ഓക്കെ, ഇത് ആക്ച്വലി ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ആണ്. സോ ശ്രദ്ധിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിക്കാ പോകുന്നത്. ഒരു ഹീറോയിക് ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്കാൻഡിനേവിയൻ ഹീറോ ആയ ബിയോവൂൾഫ്, ഓക്കെ, ബിയോവൂൾഫ് ഒരു ഡാനിഷ് കിങ് ആയ ഹ്രോദ്ഗറിനെ എന്ത് ചെയ്യാൻ വരികയാണ്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവരുടെ നാട്ടിലോട്ട് വരികയാണ്. ഓക്കെ, അതായത് ഇവരുടെ നാട്ടിൽ എന്താണ്, ഒരു മോൺസ്റ്റർ ഉണ്ട്. ഓക്കെ, ഒരു മോൺസ്റ്റർ, ഗ്രൻഡൽ എന്നാണ് ആ മോൺസ്റ്ററിന്റെ പേര്. ആ മോൺസ്റ്റർ എന്ത് ചെയ്യാണ്, ഇവരുടെ നാടിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി ധീരനായ നമ്മുടെ ഹീറോ ആയ സ്കാൻഡിനേവിയൻ ഹീറോ ആയ ബിയോവൂൾഫ് ഈ ഡാനിഷ് കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് വരികയാണ്, കടന്നു വരികയാണ്. മനസ്സിലായല്ലോ? കടന്നു വരികയാണ്. എന്നിട്ട് ധീരമായ പോരാട്ടത്തിനൊടുവിൽ അവസാനം ബിയോവൂൾഫ് ഈ ഗ്രൻഡൽ എന്ന് പറഞ്ഞ മോൺസ്റ്ററിനെ എന്ത് ചെയ്യുകയാണ്, കൊന്നൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ മോൺസ്റ്ററെ നശിപ്പിച്ചതിന് ശേഷം ബിയോവൂൾഫും അനുയായികളും ഈ ഡാനിഷ് കിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ കിങ് ഒരുപാട് സമ്മാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ ബിയോവൂൾഫിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് രാത്രി തന്നെ എന്ത് സംഭവിച്ചു? അതായത് ഈ മരിച്ചുപോയ ഗ്രൻഡൽ എന്ന് പറഞ്ഞ മോൺസ്റ്ററിന്റെ അമ്മയായ ഒരു മോൺസ്റ്റർ ബിയോവൂൾഫിനെ കൊല്ലാൻ വേണ്ടി വന്നു കൊട്ടാരത്തിൽ. ഓക്കെ, പക്ഷെ അതിനെയും അല്ലെങ്കിൽ ആ അമ്മയായ മോൺസ്റ്ററിനെയും ധീരമായിട്ട് ആര് കൊല്ലുകയാണ്? ബിയോവൂൾഫ്. ഇവിടെ ഒരുപാട് പ്രയത്നത്തിന് ശേഷം, ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം ആരിനെ, ഈ അമ്മയായ മോൺസ്റ്ററിനെ കൂടി ബിയോവൂൾഫ് കൊല്ലുകയാണ്. മനസ്സിലായല്ലോ? അതിനുശേഷം സന്തോഷപൂർവ്വം ബിയോവൂൾഫ് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, സ്വന്തം ധീരനായ ആ ഒരു ഹീറോ സ്വന്തം നാട്ടിലേക്ക് പോയി. പിന്നീട് 50 years ബിയോവൂൾഫ് എന്ത് ചെയ്യാണ്, തന്റെ നാട് ഭരിക്കുകയാണ്. നല്ല രീതിക്ക് അധീരനായ ഹീറോ എന്ത് ചെയ്യാണ്, തന്റെ നാട് ഭരിക്കുകയാണ്. അങ്ങനെ പക്ഷെ അവസാന സമയമായപ്പോഴേക്കും ബിയോവൂൾഫിനെ 50 years ഭരിച്ചു അല്ലെ, പ്രായമൊക്കെ കൂടിക്കൊണ്ടുവന്നു. ആ സമയത്താണ് ബിയോവൂൾഫിന്റെ നാട്ടിലേക്ക് ഒരു തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ ആക്രമിക്കാൻ വേണ്ടി വന്നത്. മനസ്സിലായല്ലോ? സോ അപ്പോ തീർച്ചയായിട്ടും ബിയോവൂൾഫ് അടങ്ങിയിരിക്കോ? ഇല്ല, നമ്മുടെ ഹീറോ ആണ്. ബിയോവൂൾഫും കുറച്ച് തന്റെ അനുയായികളും കൂടി ഈ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി തിരിച്ച് പിന്നെയും ഈ 50 വർഷം, 50 yearsന് ശേഷം ഇറങ്ങുകയാണ്. ഓക്കെ, സോ അങ്ങനെ ഈ ഡ്രാഗനെ കൊല്ലാനായി നിന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ബിയോവൂൾഫിന്റെ വാളിന്റെ, അതായത് വാള് മുറിഞ്ഞു പോയി. മനസ്സിലായോ? ബിയോവൂൾഫിന്റെ വാള് ഒന്ന് മുറിഞ്ഞു പോയി. ആ ഘട്ടം നോക്കി ആ ഡ്രാഗൻ എന്ത് ചെയ്തു? ബിയോവൂൾഫിന്റെ കഴുത്തിലേക്കായിട്ട് ഒരു മാരകമായ അല്ലെങ്കിൽ കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള മുറിവ് ഉണ്ടാക്കി ബിയോവൂൾഫിന്റെ കഴുത്തിൽ. ആ ഡ്രാഗൻ. മനസ്സിലായോ? പക്ഷെ
സ്ട്രക്ചർ. ഇതാണ് അതിന്റെ സ്റ്റോറി. മനസ്സിലായത്? എഴുതിയ ആള് നമുക്ക് ഇപ്പോഴും അനോണിമസ് ആണ്. അതായത് ഒരുപാട് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രികൾ നമുക്ക് എന്ത് തന്നെയാണ്, അനോണിമസ് തന്നെയാണ്. അത് എഴുതിയ ആള് നമുക്ക് ഇന്നും അറിയില്ല, അഥവാ അതിന്റെ തെളിവുകളൊന്നും നിലനിൽക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കിട്ടിയതിൽ വെച്ച് ഏറ്റവും പ്രൊമിനന്റ് ആയ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയട്രിയാണ് എന്ത്, ബിയോവുൾഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഈ ബിയോവുൾഫിന്റെ പ്രത്യേകത, അഥവാ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രികളിലെ പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പോയട്രിന്റെ ഓരോ ഭാഗത്തും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിയെ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോയട്രിയുടെ ഒരുപാട് ഭാഗങ്ങളിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി, റിലീജിയൻ കടന്നു വരുന്നുണ്ട്. ഇടയ്ക്ക് ക്രിസ്ത്യാനിറ്റിയെ ഇവിടെ എവിടെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ ഡെപിക്റ്റ് ചെയ്തുകൊണ്ടുണ്ട്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമല്ല ബിയോവുൾഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയട്രിയില് ഈ ഒരു ഹീറോ ആയ, ധീരനായ, സ്വന്തം നാടിന് വേണ്ടി മരണമടഞ്ഞ ധീരനായ ഒരു ഹീറോന്റെ കഥയാണ്. മാത്രമല്ല ഇവിടെ ഒരു ലീഡർ, ഒരു നേതാവും ആ നേതാവിന്റെ പ്രജകൾ അഥവാ അനുയായികളും തമ്മിലുള്ള ബന്ധങ്ങളെ ഒക്കെ ഒരുപാട് അങ്ങോട്ട് ഡെപിക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. മനസ്സിലായല്ലോ? സോ ഇതൊക്കെയാണ് ആക്ച്വലി ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിന്റെ പ്രത്യേകതകൾ. ആംഗ്ലോ സാക്സൺ പീരിയഡിലെ ഒരുപാട് പോയംസും പോയട്രികളുടെ ഒരുപാട് എക്സാമ്പിൾസും അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ത്, എക്സ്റ്റർ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ആ പീരിയഡിലെ, ആംഗ്ലോ സാക്സൺ പീരിയഡിലെ പോയംസും മറ്റുള്ള പോയട്രി എല്ലാം തന്നെ അടങ്ങിയ ബുക്കാണ് എക്സ്റ്റർ ബുക്ക്. ഓക്കെ, സോ അതിലാണ് അത്രയും ആ കാലഘട്ടത്തിലെ അത്രയും പോയംസ് ഒക്കെ നമുക്ക് കാണപ്പെട്ടത് എക്സ്റ്റർ ബുക്കിൽ നിന്നുമാണ്. മനസ്സിലായല്ലോ? സോ അതിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് ആംഗ്ലോ സാക്സൺ പീരിയഡിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട എഴുത്തുകാർ, അതായത് പോയട്രിയെ, ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയെ പ്രൊമോട്ട് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട എഴുത്തുകാർ. അവരൊക്കെയാണ് സിയാഡ്മോണും അതുപോലെ തന്നെ സൈൻ വുൾഫും.
ക്രിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കവിത. ഓക്കെ, സോ ഇങ്ങനെയാണ് ആംഗ്ലോ സാക്സന്റെ പോയട്രി നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രോസിലോട്ട് നോക്കുമ്പോൾ ആക്ച്വലി ആംഗ്ലോ സാക്സന്റെ ആ കുറേ സമയത്തിലേക്ക് പോയട്രി ആയിരുന്നു ഫേമസ്. ഓക്കെ, പ്രോസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ കീഴിലാണ് പ്രോസുകൾക്ക് ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങിയത്. അഥവാ അദ്ദേഹത്തിന്റെ ഭരണ സമയത്താണ് പ്രോസുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൂടിയത്. അതായത് കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് പ്രോസ് ഏറ്റവും കൂടുതൽ പ്രൊമിനന്റ് ആയി വന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ അഥവാ ആംഗ്ലോ സാക്സന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കിങ് ആൽഫ്രഡ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങൾ, അതായത് സൊസൈറ്റിയിലും പൊളിറ്റിക്കൽ പരമായിട്ടും അതല്ല ലിറ്ററേച്ചറിന്റെ ആ ഒരു രീതിക്കുമായിട്ട് എല്ലാ രീതിക്കും അദ്ദേഹം മാറ്റം കൊണ്ടുവരുന്നിരുന്നു. അതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ലിറ്ററേച്ചറിനെ ഒരുപാട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ അതുവരെയും ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഒരു ഭാഷയായിരുന്നു. മനസ്സിലായല്ലോ, അതുവരെ ഭയങ്കര പ്രൊമിനന്റ് ആയിരുന്ന ഭാഷ ലാറ്റിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പുസ്തകങ്ങളും എല്ലാം തന്നെ ലാറ്റിനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാര്, അത് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന സാധാരണക്കാർക്ക് വായിക്കാൻ അറിയില്ല, ലാറ്റിൻ അറിയില്ല, അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. സോ ഇദ്ദേഹം സാധാരണക്കാർക്ക് വായിക്കാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ, ഇത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഇത്രയും വയസ്സായിട്ടുള്ള ഈ ഭരണാധികാരി ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ, നമുക്ക് നോക്കാം. അതായത് ഓരോരുത്തർക്കും ലാൻഡ്, ഓക്കെ, ഓരോരുത്തരുടെ കയ്യിലുള്ള ഭൂമിയിലെ നിയമങ്ങളെ കുറിച്ച് ഓരോരുത്തരെയും അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് കോഡ് ഓഫ് ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് ആണ് കോഡ് ഓഫ് ലോ എന്ന് പറഞ്ഞ പുസ്തകം. അഥവാ അത് എന്തിനാണ് അത് സൃഷ്ടിച്ചത് എന്ന് നോക്കുമ്പോൾ ഓരോ ലാൻഡ്, ഓക്കെ, ഭൂമിയുമായി സംബന്ധിച്ച നിയമങ്ങൾ എന്താണ് ഏതാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു അദ്ദേഹത്തിലൊരു ലോ, ഒരു നിയമം ഉണ്ടാക്കിയെടുത്തത്. മാത്രമല്ല അതുവരെയും ബൈബിള്, ഓക്കെ, ബൈബിള് എന്തായിരുന്നു, ലാറ്റിനിൽ തന്നെ ആയിരുന്നു. അന്നാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ബൈബിളിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. കാരണം സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, അല്ലേ, ലാറ്റിൻ അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇദ്ദേഹം തന്റെ പ്രജകളുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വായനാ രീതി എല്ലാം അറിയിക്കാൻ തന്നെ ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് നോക്കുകയാണെങ്കിൽ കൺസലേഷൻ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു വർക്കുണ്ട്. അതായത് ബോത്തിയസിന്റെ കൺസലേഷൻ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞ പുസ്തകവും അതേപോലെ അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് പുസ്തകവും ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. മനസ്സിലായല്ലോ. ആംഗ്ലോ സാക്സൺ ക്രോണിക്കൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, ഇന്നും നമുക്ക് വായിക്കാൻ കിട്ടും. ഓക്കെ, സോ അത്തരത്തിലുള്ള കുറച്ച് വർക്കുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഡൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊമിനന്റ് ആയിട്ട് നിന്നിരുന്നത്. മനസ്സിലായല്ലോ. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ആരംഭിച്ചത് അഥവാ ഫ്ലറിഷ് ചെയ്തത് 7ാമത്തെയും 8ാമത്തെയും നൂറ്റാണ്ടിലാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ്, ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ് പൂവണിഞ്ഞത് അഥവാ ഫ്ലറിഷ് ചെയ്തത് എപ്പോഴാണ്, 10ാം നൂറ്റാണ്ടിന്റെ അവസാനവും 11ാം നൂറ്റാണ്ടിന്റെ ആ കാലഘട്ടത്തുമായിരുന്നു. മനസ്സിലായത് ഇങ്ങനെ, അതായത് ഈ പ്രോസ് ഈ 10ാം നൂറ്റാണ്ടും 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ ആണെങ്കിലും ആ സമയത്തുണ്ടായിരുന്ന പ്രോസ് എന്തായിരുന്നു, ഇറ്റ് ഈസ് വെരി കേപ്പബിൾ. ഓക്കെ, ഭയങ്കര വൈഡ് ആയി കഴിഞ്ഞിരുന്നു. ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എല്ലാം തന്നെ അംഗീകരിക്കാൻ അത്രയും നല്ല രീതിക്കുള്ള പ്രോസുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഈ സെഞ്ചുറീസിന്റെ പഠിക്കുക, അതായത് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി നിലനിന്നിരുന്നത് 7ാമത്തെയും 8ാമത്തെയും നൂറ്റാണ്ടിലാണ്.
എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ.